നമ്മൾ ഇത്ര നേരവും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപാട് അസുഖങ്ങളെ കുറിച്ച്, പകരുന്നത് പകരാത്തത് അല്ലെ, കമ്മ്യൂണിക്കബിൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അത് രോഗാണു വാഹകർ ആരൊക്കെയാണ്, വെക്ടേഴ്സ് അല്ലെ, എങ്ങനെയൊക്കെയാണ് നമുക്ക് അസുഖം പിടിപെടുന്നത്, ഇനി വരാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതുപോലെ നമുക്ക് ചിലപ്പോഴൊക്കെ പനി വരാറുണ്ട്. ചെറിയൊരു പനി, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമലും വിട്ട് ചെറുതായി ഒന്ന് കൂടാ അല്ലേ. അത് നമ്മൾ ഡോക്ടറൊന്നും കണ്ട് മരുന്നൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ആ അസുഖം അല്ലെ, വന്ന ഒരു പനി താനേ മാറിപ്പോക്കോളും. ആന്റിബയോട്ടിക് ഒന്നും കഴിക്കേണ്ടി വരാറില്ല ചിലപ്പോഴൊക്കെ. അതെന്തുകൊണ്ടാ? നമ്മൾക്ക് ചില ബാക്ടീരിയ അല്ലെങ്കിൽ ചില വൈറസുകളൊക്കെ എന്താണ് പ്രതിരോധിക്കാനുള്ള ശക്തി സ്വന്തമായിട്ടുണ്ട്, നമ്മൾക്ക് സ്വയം ആർജിച്ചിട്ടുണ്ട്, നമുക്ക് ജന്മനാ ലഭിച്ചിട്ടുണ്ട്. സ്വയം ആർജിച്ചിട്ടുണ്ടെന്നല്ല പറയണ്ടേ, നമുക്ക് എന്താണ് ജന്മനാല് ലഭിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു രോഗപ്രതിരോധ ശേഷിയെയാണ് നമ്മൾ എന്തെന്ന് പറയാം, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയാം അല്ലെ. നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടിയത്, നാച്ചുറൽ ആയിട്ട് കിട്ടിയത്, അതിനെയാണ് നമ്മൾക്ക് എന്തെന്ന് പറയാ, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. അതേ സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിക്കൻ ബോക്സ്, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ ആ വന്ന വ്യക്തിക്ക് പിന്നീട് ആ ഒരു അസുഖം വരില്ല എന്ന്. അതായത് നമുക്ക് ലൈഫിൽ ഒരു വട്ടം ആ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിക്കൻ ബോക്സ് ബാധിച്ച ആ വ്യക്തിയുമായിട്ടൊന്നും ഇടപഴകിയാൽ നമുക്ക് വരാനുള്ള ചാൻസ് ഇല്ല എന്ന് നമ്മുടെ വീട്ടിലുള്ളവർ പറഞ്ഞേക്കാം അല്ലേ. അതെന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ശരീരം ഒരു വട്ടം ഈ രോഗാണുവായിട്ട് എന്താണ് പൊരുതാണ് അല്ലെ. ഈ അസുഖം നമ്മൾക്ക് പിടിപെടുന്നു. അപ്പോൾ ഈ ഒരു ഫോറിൻ പാർട്ടിക്കിളെ നമ്മുടെ ശരീരം ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെങ്ങനെ നശിപ്പിക്കണം എന്നുള്ളത് ആര് പഠിച്ച്? നമ്മുടെ ശരീരം മനസ്സിലാക്കി. അപ്പൊ പിന്നീട് ആ രോഗാണു വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് അറിയാം ഇവനെ ഇങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു പ്രതിരോധ ശേഷി നമുക്ക് എങ്ങനെ ലഭിക്കുന്നത്? ജന്മനാ ലഭിച്ചതാണോ? അല്ല. നമ്മൾക്ക് ആ ഒരു ബാക്ടീരിയയോ വൈറസ് എന്തായാലും പാത്തോജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കിടന്നപ്പോൾ നമ്മൾക്കത് മനസ്സിലായി, അതിനെ ഇങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് നമ്മുടെ ശരീരം സ്വയം മനസ്സിലാക്കിയെടുത്തു. അതിൽ നിന്നും നമുക്ക് എന്തായി, ഒരു പ്രതിരോധ ശേഷി കിട്ടി. പിന്നീട് ആ അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരം ആ രീതിയിൽ പ്രതിരോധിക്കുകയും നമുക്ക് ആ അസുഖം പിടിപെടാതിരിക്കുകയും ചെയ്യും. അത് നമ്മൾ എന്താണ്, ആർജിക്കുന്നതാണ് അല്ലേ. ലൈഫിൽ നമ്മൾ അത് ആർജിച്ചെടുക്കുന്നതാണ്. അതിന് നമ്മൾ എന്തെന്നാ പറയാ, ആർജിത പ്രതിരോധ ശേഷി എന്നാ പറയാം. അക്വയർഡ് ഇമ്മ്യൂണിറ്റി, ആർജിക്കാണ് അല്ലെ, അക്വയർ ചെയ്യാണ് നമ്മൾ. അതിനെയാണ് നമ്മൾ പറയാ ആർജിത പ്രതിരോധ ശേഷി അഥവാ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അപ്പൊ 2 തരത്തിലാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളത്, രോഗപ്രതിരോധ ശേഷി ഉള്ളത്. പ്രധാനമായിട്ട് നമുക്ക് എന്താ 2 തരത്തിലാണുള്ളത്. ഒന്ന് നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയും 2 അക്വയർഡ് ഇമ്മ്യൂണിറ്റിയും. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ ബർത്ത് മുഖേന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിച്ച ആ ഒരു ഇമ്മ്യൂണിറ്റിയെയാണ് നമ്മൾ എന്തെന്ന് പറയാ, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. രണ്ടാമത്തേതോ, നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെടുകയോ മറ്റും മുഖേന നമ്മൾ ആ ഒരു പാത്തോജനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ ശരീരം പഠിച്ചു അല്ലെ, ആർജിച്ചെടുത്തതാണ് നമ്മൾ ആ പ്രതിരോധ ശേഷി. അതുകൊണ്ട് അതിനെന്തെന്നാ പറയാ, ആർജിത പ്രതിരോധ ശേഷി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അക്വയർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് അസുഖം വന്ന് മാത്രമല്ല നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിക്കാം. പിന്നെയോ നമുക്ക് വാക്സിനേഷൻസ് അല്ലെ, ഒരുപാട് വാക്സിൻ കേട്ടിട്ടില്ലേ നിങ്ങൾ? ജനിച്ചായ കുഞ്ഞി വാവയായിരിക്കുമ്പോൾ തൊട്ട് നമുക്ക് 16 വയസ്സ് വരെ എന്തിൻ്റെ വാക്സിൻ എടുക്കുന്നുണ്ട്. പല പല വാക്സിൻസും എടുക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഇപ്പം അടുത്തൊരു ക്യാൻസറിന്റെ വാക്സിൻ വന്നില്ലേ, കുട്ടികൾക്ക് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ എന്താ ക്യാൻസറിന്റെ വാക്സിൻ എടുത്തു. എന്താ, നമുക്ക് ഫ്യൂച്ചറിൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി പഠിക്കുകയാണ് എങ്ങനെയാണ് ആ ഒരു അസുഖത്തെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ളത്. എന്താണ്, നമ്മുടെ ശരീരം പഠിക്കുകയാണ്, അത് അക്വയർ ചെയ്യാണല്ലേ. അപ്പം നമുക്ക് വാക്സിൻ മുഖേനയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മ്യൂണിറ്റി ലഭിക്കും, രോഗപ്രതിരോധ ശേഷി ലഭിക്കും. Our bodies naturally have the ability to control and fight pathogens once they enter the body. നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഈ പാത്തോജൻസ് ഒക്കെ കിടക്കുമ്പോൾ നമുക്ക് എന്താണ്, സ്വാഭാവികമായിട്ടും അവയെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട്.
ദിസ് ഈസ് കോൾഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ദിസ് എബിലിറ്റി വേരിയസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരു വ്യക്തിക്കുള്ള പോലെ ആയിരിക്കുമോ മറ്റൊരാളുടെ ഇമ്മ്യൂണിറ്റി പവർ? അല്ല, ചിലർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കും അല്ലേ, അത്ര പെട്ടെന്നൊന്നും അവർക്ക് അസുഖങ്ങൾ പിടിപെടില്ല. പക്ഷെ ചിലവർക്കോ നമ്മൾ പറയും അപ്പുറത്തെ വീട്ടിൽ തുമ്മിയാൽ മതി അപ്പം ഇവിടെ തുടങ്ങും തുമ്മലെന്നൊക്കെ പറയും അല്ലേ. അതുകൊണ്ട് അത്രയും ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളവരും ഉണ്ടാവും. അപ്പോൾ ഓരോ വ്യക്തികളിലും നാച്ചുറൽ ഇമ്മ്യൂണിറ്റി പവർ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. The body is unable to develop natural immunity against some communicable diseases such as polio and hepatitis B. നമ്മളുടെ ശരീരത്തിൽ ചില പാത്തോജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവില്ല. ഏതൊക്കെയാണ്? പോളിയോ, ഹെപ്പറ്റൈറ്റിക് ബി എന്നുള്ള അസുഖങ്ങൾക്കൊന്നും എന്തില്ല, നമ്മുടെ ശരീരത്തിന് പ്രതിരോധിക്കാനുള്ള, നാച്ചുറലായിട്ട് പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. We needed to take vaccinations, avoid such diseases. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വാക്സിൻസ് എടുക്കും. എന്തിന്? ആ അസുഖങ്ങൾക്ക് എതിരായ, ആ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിൻസ് എടുക്കും. ദിസ് ഈസ് കോൾഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ആ വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് എന്താണ്? ആ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടാണ് അല്ലേ, നമ്മൾ ആർജിച്ചെടുക്കാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ത്രൂ വാക്സിൻസ് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ് മെനി എപ്പിഡമിക് സച്ച് ആസ് സ്മോൾ പോക്സ്, പ്ലാഗ് ആൻഡ് പോളിയോ വിച്ച് ഹാവ് ത്രറ്റൻഡ് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ദ ഹ്യൂമൻ റേസ്. നമ്മുടെ മനുഷ്യരാശിക്ക് തന്നെ ഹാനികരമായിരുന്ന കുറച്ച് അസുഖങ്ങളായിരുന്നു, പണ്ട് വന്നിരുന്ന അസുഖങ്ങളായിരുന്നു. എന്ത്? സ്മോൾ പോക്സ്, പ്ലാഗ് ആൻഡ് പോളിയോ. ഇവയൊക്കെ നമ്മൾ എങ്ങനെയാണ് സർവൈവ് ചെയ്ത്? ഇപ്പം നമ്മൾക്ക് ആരിലും ആ ഒരു വസൂരി അല്ലെങ്കിൽ പ്ലാഗ് അങ്ങനെയുള്ള പോളിയോ അതൊക്കെ നമ്മളെന്താ നിർമ്മാർജ്ജനം ചെയ്തു അല്ലേ. എങ്ങനെയാ? വാക്സിനിലൂടെ അല്ലേ. നമ്മൾ ജനിച്ച ആ ഒരു കുഞ്ഞു കുട്ടിക്ക് തൊട്ട് നമ്മൾ പലതരത്തിലുള്ള പല അസുഖങ്ങളെയും പ്രതിരോധിക്കാനുള്ള വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഏതൊക്കെ വാക്സിൻസ് ആണ്, ഏതൊക്കെ പ്രായത്തിലാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ വാക്സിൻ എടുക്കണം എന്തിനാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ശരീരത്തിന് നാച്ചുറലി ഇങ്ങനെയുള്ള അസുഖങ്ങളെ ഒന്നും പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല. അപ്പം നമ്മളെന്താണ്? ആർട്ടിഫിഷ്യലായിട്ട് നമ്മളെന്താണ്? നമ്മുടെ ശരീരത്തിന് ആ ഇമ്മ്യൂണിറ്റി കൊടുക്കുകയാണ്. ഈ വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ആ അസുഖങ്ങളുടെ പാത്തോജൻസ് തന്നെയാണ്, പക്ഷെ എന്തായിരിക്കും? ഡെഡ് ആയിരിക്കും. അവയ്ക്ക് നമ്മളെ അത്രയ്ക്കും എഫക്റ്റ് ചെയ്യാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് അവയെ എന്ത് ചെയ്യാൻ പറ്റും? കില്ല് ചെയ്തിട്ട് സർവൈവ് ചെയ്യാനുള്ളൊരു ശക്തി ലഭിക്കും. ആ ഒരു ഇതിലൂടെ നമ്മുടെ ശരീരം മനസ്സിലാക്കാണ് ഈ പാത്തോജൻസിനെ ഇങ്ങനെയാണ് നിർവീര്യം ചെയ്യേണ്ടതെന്നുള്ളൊരു കഴിവ് നമ്മുടെ ശരീരത്തിന് ആർജിച്ചെടുക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് വാക്സിൻ്റെ പേരുകളാണ്. BCG. BCG എന്ന് പറഞ്ഞാൽ ബാസില്ലം കാൽമെറ്റ് ഗ്വെറിൻ, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് BCG. പിന്നെ OPV, ഓറൽ പോളിയോ വാക്സിൻ, വായിലൂടെ നൽകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഓറൽ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞാൽ വായയിൽ ഒറ്റിച്ചു കൊടുക്കുന്ന ആ വാക്സിനെയാണ്. വായിൽ കൂടി നൽകുന്ന വാക്സിൻ ഏതാണ്? OPV, ഓറൽ പോളിയോ വാക്സിൻ. ഹെപ്പറ്റൈറ്റിക് ബി വാക്സിൻ, ഹെപ്പറ്റൈറ്റിക് ബി എന്ന വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി നൽകുന്ന ആ ഒരു മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിക് ബി എന്ന് പറയുന്ന ലിവർ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്തോജൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന വാക്സിനാണ് ഇത് ഹെപ്പറ്റൈറ്റിക് ബി വാക്സിൻ. FIPV, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV, റോട്ട വൈറസ് വാക്സിൻ. അപ്പോൾ കുറച്ച് വൈറസുകൾ കുറച്ച് വാക്സിൻസിൻ്റെ പേരുകൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, കുറച്ചേക്കിലും കേട്ടോ. എപ്പോഴൊക്കെയാണ് ഓരോ വാക്സിൻസ് നൽകുന്ന ഓരോരോ പീരീഡ് ഉണ്ട് അല്ലേ. നമ്മളൊക്കെ കുത്തിവെപ്പിൻ്റെ ഒക്കെ ഹർഡില്ലേ വീട്ടിൽ, അതിലുണ്ടാവും നമ്മൾ കുത്തിവെപ്പ് എടുത്ത ഡേറ്റ്, നമ്മുടെ ആ ഒരു വെയിറ്റ്, ഇതൊക്കെ ഉണ്ടാവും. ആ നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടാണ് ആ മരുന്നിൻ്റെ ഡോസ് കണക്കാക്കി തരാം. ഇനി ജനന സമയത്ത്, ജനിച്ച ആ ഒരു സമയത്ത് എടുക്കുന്ന വാക്സിൻസ് ഏതൊക്കെയാണ്? BCG, OPV, ഹെപ്പറ്റൈറ്റിക് ബി. ഈ 3 വാക്സിൻസ് ആണ് നമുക്ക് ജനിച്ച സമയത്ത് എടുക്കുന്നത് അല്ലേ. വായിൽ കൂടെയാണ് എന്ത് പോളിയോയുടെ ആ ഒരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ നമുക്ക് തരുന്നത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം കേട്ടോ, ഓറലി തരുന്ന വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ
OPV പോളിയോയുടെ വാക്സിൻ പ്രസവിച്ച കുഞ്ഞു വാവനായ ആശുപത്രിനെ കൊണ്ടുപോകും കുത്തിയപ്പോൾ ഉള്ള ദിവസം. അപ്പോഴാണ് ആ ജനന സമയത്ത് ഫസ്റ്റ് വാക്സിൻ എടുക്കുന്നത്. പിന്നെ 6ാമത്തെ ആഴ്ച. അപ്പോൾ ഏതൊക്കെ വാക്സിൻസ് എടുക്കുന്നത്? OPV ഫസ്റ്റ് ഡോസ്, അതായത് ആദ്യം കൊടുത്തതിനേക്കാളും കുറച്ച് ഡോസ് കൂട്ടി കൊടുക്കും. പിന്നെ RVV, പിന്നെ PCV, അങ്ങനെ കുറച്ച് വാക്സിൻസ് പിന്നെ പോവാണല്ലോ. പിന്നെ 10ാമത്തെ ആഴ്ച, 14ാമത്തെ ആഴ്ച. പിന്നെ നമുക്കറിയാം 5 വയസ്സിൽ, 15 വയസ്സിൽ ഒക്കെ 15 വയസ്സ് വരെ നമുക്ക് എന്തുണ്ട് കുത്തിവയ്പ്പ് എടുക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രതിരോധ വാക്സിനുകൾ ഏതൊക്കെ, വാക്സിൻ്റെ പേര്, എടുക്കുന്ന ആ ഒരു സമയം, ഏജ്, പിന്നെ ഏത് ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എടുക്കണേന്ന് അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പോളിയോ വാക്സിൻ എടുക്കുന്നത് എപ്പോഴാണ്? ജനന സമയത്താണ് അല്ലേ. ഏത് ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്? പോളിയോ എന്നുള്ള മഹാമാരിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണത്. നമുക്ക് പിന്നെ ഹെപ്പറ്റൈറ്റിക് ബി എപ്പോഴാണ് എടുക്കുന്നത്? അതും ജനന സമയത്ത് തന്നെയാണ്. എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്? ഹെപ്പറ്റൈറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണത്, മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ. പിന്നെ ടെറ്റനസ്, അത് 10 വയസ്സിലും 16 വയസ്സിലാണ് എടുക്കുന്നത്. ആ വാക്സിൻ എന്തിനാണ്? ടെറ്റനസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീവർ വരാതിരിക്കാൻ. നമ്മൾ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ TT എടുക്കണമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ ടെറ്റനസ് വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി കുറച്ച് വാക്സിൻസിൻ്റെ പിന്നെയും പേര് പറഞ്ഞിരിക്കുകയാണ്. PCV ന്യൂമോ കോക്കൺ കൺജുഗേറ്റ് വാക്സിൻ. MR മീസൽസ് റുബെല്ല വാക്സിൻ. DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടൈറ്റനസ് വാക്സിൻ. TD ടൈറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അപ്പോൾ നമ്മൾ TT എടുക്കുക അല്ലേ, മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പോയി പറയാം അല്ലേ, ഒരു ഇഞ്ചക്ഷൻ എടുക്കൂലേ നമ്മൾ, അതാണ് TD ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്തിനാണ് എടുക്കണേ? നമുക്ക് ഈ ടെറ്റനസ് എന്ന് പറഞ്ഞ അസുഖം വരാതിരിക്കാനായിട്ടാണ്. നമ്മളുടെ മുറിവ് പറ്റുകയോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ മണ്ണിൽ അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചാലൊക്കെ ഈ എനൈറോബിക് ആയിട്ടുള്ള ആ ഒരു ബാക്ടീരിയ വളരുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ ബ്ലഡിൽ കലരുകയും ബ്ലഡിൽ എത്തി അത് നമ്മളെ പല ഭാഗങ്ങളിലേക്കും ശ്വാസകോശത്തിനാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ രക്ഷിക്കുക എന്ന് സർവൈവ് ചെയ്യൽ പോസിബിൾ ആയ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് നേരത്തെ വാക്സിൻ എടുപ്പിക്കുന്നത്. ആ മുറിവ് പറ്റുമ്പോൾ തന്നെ ഇതൊക്കെ മാന്തി കഴിഞ്ഞാലും നമ്മൾ എന്തെടുക്കാറുണ്ട്? ഇഞ്ചക്ഷൻ എടുക്കുക അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു വീട്ടിൽ വളർത്താനാണെങ്കിലും നമുക്ക് ആ ഒരു കടിയേൽക്കുകയോ മുറിവേൽക്കുകയോ ഒക്കെ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ പേവിഷബാധ ഏൽക്കാതിരിക്കാനായിട്ട് സഹായിക്കും ഈ ഒരു ഇഞ്ചക്ഷനത്തിലൂടെ. ഇല്ലാന്നുണ്ടെങ്കിലോ നമുക്ക് ആ ഒരു അസുഖം ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ യാതൊരു ഫലവും ഉണ്ടാവില്ല. അപ്പം നമുക്ക് വാക്സിൻ എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. നമുക്ക് പ്രകൃതിയാൽ കുറച്ച് ഇമ്മ്യൂണിറ്റി ഉണ്ട്, രോഗപ്രതിരോധ ശേഷിയുണ്ട്. പക്ഷേ മാരകമായ അസുഖങ്ങളെ, മഹാമാരികളെ അല്ലെങ്കിൽ മറ്റു പലതിനെയും ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി, പല അസുഖങ്ങളെയും ചെറുക്കാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് നാച്ചുറലി ഇല്ല. അത് നമ്മൾ ആർജിക്കുന്നത് എങ്ങനെയാണ്? ഈ വാക്സിൻസ് എടുക്കുന്നതിലൂടെയാണ് നമുക്ക് അവയെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മൾ നേടിയെടുത്തത്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു മഹാമാരിയായിരുന്നു പോളിയോ എന്നൊക്കെ പറഞ്ഞത്. കുട്ടികൾ കുറച്ച് വയസ്സാകുമ്പോൾ അവരെ കാലുകളൊക്കെ തളരാ, ഒരു ശേഷി നഷ്ടപ്പെടുന്നത്. ഇന്ന് ആ ഒരു അസുഖം നമ്മുടെ രാജ്യത്ത് ഇല്ല എന്ന് പറയാം, തുടച്ചു നീക്കി എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ്? ഈ വാക്സിനിലൂടെയാണ് നമ്മൾ ആ ഒരു കാര്യം നടപ്പിലാക്കാൻ സാധിച്ചത്. നമുക്ക് ജനങ്ങളിലേക്ക് ഈ ഒരു അറിവ് എങ്ങനെ കൃത്യമായി എത്തിച്ചു കൊടുക്കാമെന്നാണ് ചോദിച്ചേക്കണേ. എങ്ങനെ? ഡ്രാമ, പപ്പറ്ററി, കാർട്ടൂൺ, പോസ്റ്റർ, ഇതുമൊക്കെ മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിക്കും. ക്ലാസ് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. Write down 5 decisions you have taken to maintain personal hygiene. വ്യക്തി ശുചിത്വത്തിന് വേണ്ടി നമ്മളെടുത്ത ഒരു 5 ഡിസിഷൻസ്. 5 ഒന്നല്ലേ, നമ്മൾ ഒരുപാട് ഡിസിഷൻസ് എടുത്തില്ലേ, അതിൽ 5 എണ്ണം പറഞ്ഞ്. നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ബോഡി ക്ലീനാക്കി സൂക്ഷിക്കും അല്ലേ. നമ്മൾ എല്ലാ ദിവസവും കുളിക്കുമെന്ന് പറയാം. I take a shower every day. I wash my hand thoroughly with soap and water before and after eating. നമ്മളുടെ കൈകൾ എന്ത് ചെയ്യും? നന്നായി
വാഷ് ചെയ്യും. എന്തിന്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ച ശേഷവും നമ്മൾ കൈകൾ വാഷ് ചെയ്യും. ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് എ ഡേ. ഞാൻ എൻ്റെ പല്ലുകൾ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം തേക്കും. പിന്നെയോ, നഖങ്ങൾ വെട്ടി വൃത്തിയായി സൂക്ഷിക്കും. ഐ ട്രിം മൈ നെയിൽ ആൻഡ് ക്ലീൻ ഇറ്റ്. യൂസ് ഫുഡ് വിയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്. ഞാൻ എപ്പോഴൊക്കെ പുറത്തിറങ്ങുന്നുവോ അപ്പോഴൊക്കെ എന്ത് ചെയ്യും? ചെരുപ്പിട്ട് മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ. അങ്ങനെ ഒരു 5 ഡിസിഷൻസ് പറയാം. പകർച്ചവ്യാധികൾ തടയുന്നതിൽ വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും പ്രധാനമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദമാക്കുക. പകർച്ചവ്യാധികൾ തടയാനായിട്ട് വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും വേണ്ടേ? വേണം. അപ്പം നമ്മൾ ആ പ്രസ്താവനയോട് യോജിക്കുന്നില്ലേ? ഉണ്ട്. എന്താണ് കാരണം? പകർച്ചവ്യാധികൾ പടരുന്നത് വെക്ടേഴ്സ് മുഖേനയും പല പകർച്ചവ്യാധികളും പടരാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പരിസരം ശുചിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈച്ച, കൊതുക്, പല ജീവികളും പ്രാണികളും പെറ്റുപെരുകി നമ്മൾക്ക് അസുഖങ്ങൾ പലതരത്തിലുള്ളത് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. ഡു യു എഗ്രി വിത്ത് ദ ഫോളോയിങ് പ്രിക്കോഷൻസ് ദാറ്റ് വി ഷുഡ് ടേക്ക് ടു കൺട്രോൾ വെക്ടേഴ്സ് ബോൺ ഡിസീസ്? നമ്മളെ രോഗാണുവാഹകർ പകർത്തുന്ന അസുഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് താഴെ പറയുന്നവയിൽ എന്തെല്ലാം മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക. ശരിയല്ലേ? പിന്നെ മാലിന്യങ്ങൾ പൊതുയിടങ്ങളിൽ വലിച്ചെറിയുക. അത് ശരിയാണോ? മാലിന്യങ്ങൾ പൊതുയിടങ്ങളിൽ വലിച്ചെറിഞ്ഞാൽ നമുക്ക് അസുഖം വരില്ലേ? വെള്ളം കെട്ടി നിർത്തേണ്ട സാഹചര്യം അനിവാര്യമാണെങ്കിൽ അതിൽ ഗപ്പി, ഗാംബൂസിയ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക. എന്തിനു വേണ്ടിയിട്ടാ? നമ്മളുടെ ഈ കൊതുകളുടെ മുട്ടകളെയൊക്കെ അവ കഴിച്ചോളും. അപ്പൊ അത് കറക്റ്റ് അല്ലേ? ആണ്. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കേണ്ടതില്ല. ആണോ? ശരിയല്ല അല്ലേ? അത് തെറ്റാണ്. നമ്മളെന്താണ്? ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കണം. ഭക്ഷണ സാധനങ്ങൾ കഴുകി മാത്രം ഉപയോഗിക്കുക. അത് കറക്റ്റാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. കറക്റ്റാണ്. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. കറക്റ്റാണ്. ഉറവിട മാലിന്യ